ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി ഈജിപ്തിലെ പെണ്ണുങ്ങൾ അവരുടെ കൈ മുറിച്ചെങ്കിൽ എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങാനും ഈജിപ്തിലെ പെണ്ണുങ്ങൾ കണ്ടിരുന്നെങ്കിൽ അവരുടെ കഴുത്ത് മുറിച്ചു കളഞ്ഞേനെ. അത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ. വർണ്ണനയിൽ പാൽക്കടലാണോ, ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ. വർണ്ണനയിൽ പാൽക്കടലാണോ. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്ത പ്രവാചകനാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ സൗന്ദര്യം ഇത്രയാണെങ്കിൽ അതിനേക്കാളും എന്ത് ഭംഗിയാണ് എൻ്റെ റബ്ബേ നിന്നെ കാണാൻ. ഇന്നല്ലാഹ ജമീൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് പടച്ചവനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഒരു മനുഷ്യന് കാണുന്ന സന്ദർഭത്തില്, അല്ലാഹുവിനെ ദർശിക്കുന്ന സന്ദർഭത്തില് അവർ അതുവരെ അനുഭവിച്ച മുഴുവൻ സുഖങ്ങളും ആസ്വാദനങ്ങളും മറന്നുപോയി അല്ലാഹുവിന്റെ ലിഖായിൽ ലയിച്ചു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ നമുക്ക് നാളെ റബ്ബിനെ കാണണ്ടേ, നമുക്ക് നാളെ റബ്ബിനെ കാണണ്ടേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തഖ്വ എന്ന ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണേ. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗത്തിൽ നമുക്ക് സഹവസിക്കണ്ടേ, പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് സഹവസിക്കണ്ടേ. അതിനുള്ള പ്രധാനപ്പെട്ട ഗുണമേതാ? അത് തഖ്വ എന്ന ഗുണമുണ്ടാക്കിയെടുക്കലാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. ഹബീബാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച് 18ാമത്തെ വയസ്സില് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദിനെ കാണുമ്പോ പറയുമായിരുന്നു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഇന്നി ഉഹിബ്ബുക യാ മുആദ്. നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് മുആദ്, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് മുആദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൂടുതൽ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം. മുആദ് ബിൻ ജബൽ എന്ന സമുദായത്തില് ഏറ്റവും കൂടുതൽ ഹറാം ഹലാൽ പഠിച്ച പണ്ഡിതനാരെന്നറിയോ? അത് മുആദ് ബിൻ ജബലാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് മഹത്വം പറഞ്ഞ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായി യമനിലേക്ക് റസൂലുള്ളാഹി നിയോഗിക്കുകയാണ്. മദീന പള്ളിയിൽ നിന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ യാത്രയാക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ യാത്രയാക്കുകയാണ്. സഹാബാക്കളെയെല്ലാം മദീന പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് മുആദിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുകയാ.
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുആദ് ഇബ്നു ജബലിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് പ്രവാചകൻ പിന്നിൽ നടക്കുകയാണ്. മുആദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് നടക്കല്ല നബിയേ, അങ്ങ് നടക്കല്ല നബിയേ, അങ്ങ് നടക്കുമ്പോ എനിക്ക് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ കഴിയുന്നില്ല നബിയേ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല നബിയെ റസൂലുള്ളാഹി നിർബന്ധിക്കുകയാണ്. അങ്ങനെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ സഞ്ചരിക്കുകയാ. എത്ര കിലോമീറ്റർ ആ പ്രവാചകൻ നടന്നു എന്നറിയോ? 2.5 കിലോമീറ്റർ നടക്കുകയാ. 2.5 കിലോമീറ്റർ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നാലെ നടക്കുകയാണ്. അങ്ങനെ മദീനയുടെ അതിർത്തി വിട്ടുകിടക്കാൻ നേരത്ത്, മദീനയുടെ അതിർത്തി വിട്ടുകിടക്കാൻ നേരത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുആദ്, ഇനി പരസ്പരം നമ്മളെ കണ്ടുമുട്ടിയെന്ന് വരില്ല മുആദ്, ഇനി നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയെന്ന് വരില്ല, ഇനി നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. എൻ്റെ ഖബറിൻ്റെ ചാരത്തുകൂടി ഇനി ചിലപ്പോൾ നീ നടന്നു പോയേക്കാം. ഇത് പറഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. റസൂലുള്ളാഹിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടി കരയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്. കരയല്ല മുആദ്, സങ്കടപ്പെടല്ല മുആദ്. അങ്ങനെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അവസാനമായിട്ട് പ്രവാചകരോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇനി എനിക്ക് അങ്ങയെ കാണാൻ കഴിയില്ലെങ്കിൽ, ഇനി അങ്ങയുമായിട്ട് അഭിമുഖം നടത്താൻ കഴിയില്ലെങ്കിൽ ഒരു ഉപദേശം എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? ഒരു ഉപദേശം എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? എൻ്റെ ദുനിയാവിൻ്റെ ജീവിത വിജയത്തിന്, കാലാകാലമായ ആഖിറത്തിന്റെ ജീവിത വിജയത്തിന് അനിവാര്യമാകുന്ന ഒരു ഉപദേശം എനിക്ക് നൽകിയാലുമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ, എന്താ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ മുആദിനോട് പറയുന്നു, മുആദ്, ഇന്ന ഔലന്നാസി ബിൽ മുത്തഖൂൻ, നാളെ പടച്ചവന്റെ പരലോകത്ത് എന്റെ സമീപത്ത് നിൽക്കുന്നതാരെന്നറിയോ? സ്വർഗത്തിൽ എന്നോടൊപ്പം സഹവസിക്കുന്നതാരെന്നറിയോ? ഈ ദുനിയാവിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചവരാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നാളെ പടച്ചവനെ കാണണമെങ്കിൽ സ്വർഗത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരു മനുഷ്യൻ ആസ്വദിക്കണമെങ്കിൽ ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടത്ത് സ്വർഗത്തിൽ കഴിയാന്ന് പറഞ്ഞ വലിയ ഒരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം ആർക്കാ കിട്ടുന്നത്? ഈ ദുനിയാവിൽ ആരാണോ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്നത് അവർക്കാണ് ആ സൗഭാഗ്യം കിട്ടുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തഖ്വ എന്ന് പറയുന്ന ഈ മഹത്തരമായ ഗുണമുണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യരാരാണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളവരാരാണ്? മഹാനായ ഫഖീർ വലിയുല്ലാഹിൽ ഹദറമി എന്ന മഹാൻ. ഈ മഹാനെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ കാരണം എന്താ? ഈ മഹാനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഈ മഹാനോട് ഒരടുപ്പം ഹൃദയത്തിൽ നമുക്ക് വരുന്നത്, ഈ ചാരത്ത് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഈ മഹാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടു, ആദരിച്ചു, ബഹുമാനിച്ചു എന്നതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ സാധാരണ മരണപ്പെട്ട എത്രയോ ആളുകൾ ഈ ലോകത്ത് മരണപ്പെടുന്നു. എത്രയോ വ്യക്തികളെ ലോകത്തെ കോടാനുകോടി പള്ളികളുടെ മഖബറയിൽ, ഖബർസ്ഥാനിൽ നമ്മൾ അവരെ കഫൻ ചെയ്ത് ദഫൻ ചെയ്യുന്നു. സഹോദരങ്ങളെ, അവരെ നമ്മൾ ആലോചിക്കാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ? അവരുടെ ഖബറിന്റെ അടുക്കലേക്ക് നമ്മൾ പോകാറുണ്ടോ? എന്തുകൊണ്ട് ഈ മഹാനെ നമ്മൾ സ്നേഹിക്കുന്നു? എന്തുകൊണ്ട് ഈ മഹാനെ
മഹാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഈ ചാരത്ത് വന്നണയുന്നു, നമ്മുടെ പ്രയാസ പ്രതിസന്ധി പ്രശ്നങ്ങൾ ഈ മഹാന്റെ ചാരത്ത് വെക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളവരാണ്. അള്ളാഹു ആദരിച്ചവരാണ്, ബഹുമാനിച്ചവരാ, അള്ളാഹു സ്നേഹിച്ചവരാ. അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളും ആ മനുഷ്യനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മഹത്വം കിട്ടാനുള്ള മാനദണ്ഡം എന്താ? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സാമീപ്യം കിട്ടാനുള്ള മാനദണ്ഡം എന്താ? ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. ഈ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരാരാണ്? ഏറ്റവും ബഹുമാന്യരാരാണ്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായിൽ لتعارفوا إن أكرمكم عند الله إن أكرمكم عند الله أتقاكم إن الله عليم خبير. അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചു. വജഅൽനാകും ശുഊബൻ വഖബായിൽ, നിങ്ങളെ പല ഗോത്രക്കാരും പല കബീലക്കാരുമാക്കി പരസ്പരം തമ്മിലടിക്കാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, വഴക്കുണ്ടാക്കാനല്ല. ലിതഅറഫൂ, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരാരെന്നറിയോ? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളവരാരെന്നറിയോ? അത്ഖാക്കും, ആരാണ് പടച്ചവനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്നത്? ആരാണ് പടച്ചവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്നത്? അവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അള്ളാഹു നമ്മളെ ആദരിക്കണമെങ്കിൽ, അള്ളാഹു നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? എന്തു വേണം? തഖ്വ എന്ന മഹത്തരമായ ഗുണം വേണം. നാളെ നരകത്തിൽ നിന്ന് മോചനമാർക്കാണ് ലഭിക്കുന്നത്, സ്വർഗപ്രവേശനം സാധ്യമാകുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനത്തെ മസ്ജിദുൻ നബവിയിൽ നരകത്തെ പറ്റി വഅള് പറഞ്ഞു. ഒരു ദിവസത്തെ വഅള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഅള് നരകത്തെ പറ്റിയായിരുന്നു. അല്ലാഹു 1000 വർഷം നരകത്തെ കത്തിച്ചപ്പോൾ അത് ചുമന്ന നിറമായി. വീണ്ടും 1000 വർഷം നരകത്തെ കത്തിച്ചപ്പോൾ അത് വെളുത്ത നിറമായി. വീണ്ടും 1000 വർഷം നരകത്തെ കത്തിച്ചപ്പോൾ അത് കറുത്ത നിറമായി. ഫഹിയ സൗദാഉ മുസ്ലിമ, ഇപ്പോൾ ആ നരകം കറുത്തിരിണ്ടിരിക്കുകയാണ്. ഒരു സൂചിയുടെ അളവങ്ങാനും നരകത്തിൽ നിന്നും തുറക്കപ്പെട്ടാൽ ലമാത മൻ ഫിൽ അർളി ജമീഅ, ഈ ഭൂമി ലോകത്തുള്ള സകലമാന മനുഷ്യന്മാരും മരിച്ചു വീഴും. നരകവാസികളെ അണിയിക്കപ്പെടുന്ന ചങ്ങലയുടെ ഒരു വളയമെങ്ങാനും ഈ ഭൂമി ലോകത്തെ ഏതെങ്കിലും ഒരു പർവ്വതത്തിൽ വെക്കപ്പെട്ടാൽ ആ പർവ്വതം ഉരുകി ഒലിക്കുന്നതാ. ഇങ്ങനെ നരകത്തെ പറ്റി ഇങ്ങനെ വാളു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മലക്കുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ടൊരു ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരകമുണ്ടല്ലോ നബിയെ, അങ്ങ് സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ നരകമുണ്ടല്ലോ, ഈ ഭീതിജനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, രക്ഷപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്നത് ആർക്കെന്നറിയോ?
തഖ്വയോടെ ദുനിയാവിൽ ജീവിച്ചവർക്കാണ്. തഖ്വയോടെ ദുനിയാവിൽ ജീവിച്ചവര് മാത്രമാണ് കത്തിയാളുന്ന ഭീകരമായ ഭീതിജനകമായ ഭീകത്സമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിലോ ഈ പ്രഭാഷണം നടത്തുന്ന എനിക്ക് വേണ്ട ഗുണമേതെന്നറിയോ? എൻ്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഗുണമേതെന്നറിയോ? അത് തഖ്വ എന്ന ഗുണമാ. ഈ ഗുണമാണ് നമ്മൾ ഒന്നാമതായി, ഈ തഖ്വ എന്ന വിഭവമാണ് സഹോദരങ്ങളെ നമ്മൾ ഒന്നാമതായി ദുനിയാവിൽ ശേഖരിക്കേണ്ടത്. ഇത് ശേഖരിച്ചില്ലെങ്കിൽ വിജയമില്ല. എത്ര അമൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ല. പ്രിയമുള്ളവരെ, ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. സൂര്യൻ ഒരു ചാൻ ഉയരത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. ഇന്ന് ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിലോ ഒരു ദിവസം 1,72,80,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദിപ്പിച്ചു നിർത്തുന്ന പരലോകമുണ്ടല്ലോ. മാതാപിതാക്കളോ മക്കളോ കൂടപ്പറപ്പുകളോ കൂട്ടുകാരോ കുടുംബക്കാരോ തിരിഞ്ഞു നോക്കാത്ത പരലോകമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വിശദമായ നിലയിൽ പരലോകം എന്താണെന്ന് നമുക്ക് വിശദീകരിച്ചു തരികയാ. ആ പടച്ചവന്റെ പരലോകത്ത് യൗതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമത ബീളാ. വെളുത്ത തിഹാമ മലകളെ പോലെ നന്മകളുടെ കൂമ്പാരവുമായി ഇബാദത്തുകളുടെ സുഹൃതങ്ങളുടെ കൂമ്പാരവുമായി അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഫയജഅലഹുല്ലാഹു ഹബാഅൻ മൻസൂറാ. അവരുടെ നന്മകളെ അവരുടെ ഇബാദത്തുകളെ വിതറപ്പെട്ട ധൂളികളാക്കി പടച്ച തമ്പുരാ പറത്തിക്കളയുകയാ. അവരുടെ ഇബാദത്ത് കൊണ്ടവർക്കൊരു പ്രതിഫലവുമില്ല. അവരുടെ നിസ്കാരം കൊണ്ട്, അവരുടെ നോമ്പ് കൊണ്ട്, അവരുടെ സ്വതക്ക കൊണ്ട്, അവരുടെ ദിക്റ് കൊണ്ട് അവർക്കൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല. മഹാനായ സൗബാ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നന്മ ചെയ്തിട്ടെന്തേ അവര് നരകത്തിൽ പോയി? നന്മ ചെയ്തിട്ട് നിസ്കരിച്ചിട്ടെന്തേ അവര് നരകത്തിൽ പോയി? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇംദഹകുഹാ. രഹസ്യമായിട്ട് തെറ്റ് ചെയ്യുന്നവരായിരുന്നു. അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കുമ്പോ ഒരു മടിയുമില്ലാതെ അത് ചെയ്തവരാ. അതുകൊണ്ടാണ് അവരെ നരകത്തിലേക്ക് പോയതെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടണമെങ്കിൽ ഏത് വിഭവം വേണം? ഈ തഖ്വ എന്ന വിഭവം വേണം. ഇതില്ലാതെ അങ്ങോട്ട് യാത്ര ചെയ്താൽ അവിടെ പരാജയപ്പെടും. ഇതില്ലാതെ പോയാൽ ഒരു ദിവസം നമ്മളൊക്കെ മരിക്കുമല്ലോ. ഈ ലോകത്ത് നിന്ന് നമുക്കൊരു മടക്കമുണ്ടല്ലോ അല്ലേ? കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടിലിൽ നിന്നെയോമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണം തോണി ചുറ്റി മുറിയാതെ ദിക്റും ചൊല്ലി കബറിലേക്കുള്ളൊരു പോക്ക് ഓർത്തുന്നു നോക്കെന്റെ മർത്യ. ഇവിടെ നിന്നൊരു യാത്ര, മടക്കമില്ലാത്ത യാത്ര.
കെട്ടികൾ മൂന്നും കെട്ടി 3 കഷണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് സഹോദരങ്ങളെ നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടും. ആ മടക്കമില്ലാത്ത ദുനിയാവിലേക്ക് ഇനി തിരിച്ചു വരവില്ലാത്ത ആ ഒരു യാത്രയുണ്ടല്ലോ, ആ യാത്രയിൽ ഈ വിഭവം നമ്മൾ ശേഖരിച്ചിട്ടില്ലെങ്കിൽ വിരല് കടിക്കും, ഖേദിക്കും. ഇദാന്തലം തർഹൽ ബിസാദിം മിനത്തുകാ വലാകൈത ബഅദൽ മൗതി മൻ ഖദ് തസവദാ ഇദാന്തലം തർഹൽ ബിസാദിം മിനത്തുകാ വലാകൈത ബഅദൽ മൗതി മൻ ഖദ് തസവദാ നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി وأنك لم ترصد لما كان أرصدا إذا أنت لم ترحل بزاد من التقى ولاقيت بعد الموت من قد تزودا തഖ്വയെന്ന വിഭവമായിട്ടല്ല നീ പരലോകത്തേക്ക് യാത്ര നടത്തുന്നതെങ്കിൽ ഒരു ദിവസം നമ്മൾ മരിക്കും. പ്രിയമുള്ളവരെ, മടക്കമില്ലാത്ത യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. പരലോകത്തേക്ക്, ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോ തഖ്വയെന്ന വിഭവം നമ്മൾ കൂടെ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ വലാഖൈത ബഅദൽ മൗതി മൻ ഖദ് തസവദാ നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി وأنك لم ترصد لما كان أرصدا പടച്ചവരെ, ഈ ദുനിയാവിൽ തഖ്വയോടെ ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ റബ്ബേ. തഖ്വ എന്ന വിഭവം ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാ. എൻ്റെ കൂടെ യാത്രയായവര് പടച്ചവനെ, അവർ തഖ്വ എന്ന വിഭവമായിട്ടാണല്ലോ പോകുന്നത്. അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കാണുമ്പോ, അവർക്ക് കിട്ടുന്ന സുഖലോലുപ സ്വർഗം കാണുമ്പോ തഖ്വ ഇല്ലാതെ പോയവൻ ഖേദിച്ചു പോകുമത്രേ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിലൂടെയുള്ള ഈ യാത്ര വളരെ പ്രധാനപ്പെട്ടതാ. സഫറും ഫിദ്ദുനിയാ. മഹാനായ ഗസാലി റഹിമഹുല്ലാ പറയുകയാണ്, 2 യാത്രകൾ പ്രധാനപ്പെട്ടതാ. സഫറും ഫിദ്ദുനിയാ, ഒന്ന് ദുനിയാവിലൂടെയുള്ള യാത്രയാണ്. വസഫറും മിനദ്ദുനിയാ, രണ്ടാമത് ദുനിയാവ് വിട്ട് പരലോകത്തേക്കുള്ള യാത്രയാണ്. ഈ ദുനിയാവിലൂടെയുള്ള യാത്രയിലാണ് ദുനിയാവ് വിട്ട് പരലോകത്തേക്ക് യാത്രയ്ക്ക് വേണ്ടി ഓരോരുത്തരും വിഭവങ്ങൾ ശേഖരിക്കേണ്ടത്. ഒന്നാമത്തെ വിഭവം ഏതാണ്? ശേഖരിക്കേണ്ട ഒന്നാമത്തെ വിഭവം ഏതാ? അത് തഖ്വയാണ്. തഖ്വയാണ്. അല്ലാഹു നമുക്ക് തഖ്വ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തഖ്വ മുറുകെ പിടിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭവം തഖ്വ നമ്മൾ ശേഖരിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഉറക്കാമീൻ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ വിഭവം ഏതാണ്? അതും കൂടെ കുറച്ച് സമയം പറഞ്ഞിട്ട് 11:30 മണിക്ക് ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി പിരി. ഒരു അരമണിക്കൂറും കൂടി ഇരുന്നാൽ മതി. ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റ് വരുമ്പോൾ മിഅ്റാജിന്റെ രാവാണ്. മിഅ്റാജിന്റെ രാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശവും കടന്ന് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്ത് പടച്ചവന്റെ ലിഖാ കണ്ടയാൾ അല്ലേ? ഈ ലോകത്ത് ഒരു പ്രവാചകൻ കിട്ടാത്ത സൗഭാഗ്യം മൂസാ നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയില്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയില്ല. 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തിയ നൂഹ് നബിക്ക് കിട്ടാത്ത ഭാഗ്യം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലെ, സ്വന്തം മകനെ അറുക്കാൻ മനസ്സ് കാണിച്ച പ്രവാചകൻ അല്ലെ, അള്ളാഹുവിന് വേണ്ടി. ആകാശഭൂമി കദീപതിയായ അള്ളാഹുവിൻ്റെ കുദ്റത്തിനാലെ
ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. അതു കേട്ടു ഞെട്ടി തെറിച്ചില്ല ഈമാൻ, അതു കേട്ടു പൊട്ടി കരഞ്ഞില്ല പൂമാൻ. ഇസ്മായിലോട് പറഞ്ഞു ഖലീല്, ഇറയോന്റെ കൽപ്പനക്കില്ലാ ബദല്. സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ മനസ്സ് കാണിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പ്രവാചകന് പടച്ചവനെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കെ അള്ളാഹു തന്റെ സന്നിധിയിലേക്ക് വിളിച്ച് സിദ്റത്തിൽ മുന്തഹ, സിദ്റത്തിൽ മുന്തഹ ജന്നത്തുൽ മഅവാ, തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു. അള്ളാഹുവിനെ പരിപൂർണമായി ഉൾക്കൊണ്ടു ആ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടു. ആ പോയ രാത്രിയാണ് ഈ രാത്രി. ഈ രാത്രിക്ക് വലിയ മഹത്വമുണ്ട്, ഈ രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ രാത്രിയാണ് വിശ്വാസികൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹു നൽകിയ സമ്മാനമായ നിസ്കാരവുമായി റസൂലുള്ള വന്നത്. അല്ലേ, നമുക്കൊക്കെ അള്ളാഹുവിലേക്ക് എത്തണ്ടേ? നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. അള്ളാഹുവിലേക്ക് ചേരാൻ, അള്ളാഹുവിലേക്ക് എത്താൻ ഒരഅബ്ദിന് ഉടമയുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സൽക്കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരം എന്ന സമ്മാനം അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ, അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിഅറാജാണ്, ഓരോ സത്യവിശ്വാസിയുടെ മിഅറാജാണ് നിസ്കാരമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാവ് അള്ളാഹുവിൻ്റെ മഹാനായ ഫഖീർ വലിയുല്ലാഹിയുടെ ഹളറത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രഭാഷണം നടത്തുന്നു, പ്രസംഗം കേൾക്കാനിരിക്കുന്നു. സഹോദരങ്ങളെ, ബക്കറ്റ് മുന്നിൽ വരുമ്പം നല്ല ഒരു സംഭാവന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല സംഭാവന ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവേ, ആരൊക്കെ സംഭാവന ചെയ്യുന്നോ ആ ബക്കറ്റിലിടുന്നു, അതിനൊക്കെ ഇരട്ടി നിങ്ങൾക്ക് തരും. ഇല്ലേ, കിട്ടും. നമ്മൾ കൊടുക്കുന്തോറും കോരുന്ന കിണറ്റിൽ ആ വെള്ളം ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടില്ലേ കാരണവന്മാർ? അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കുന്തോറും അള്ളാഹ് നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും, അള്ളാഹ് തന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന് 2 മലക്കുകളുണ്ട്. പ്രഭാതത്തിന്റെ സന്ദർഭത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയും, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, പടച്ചവനെ നിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവർക്ക്, നിന്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യുന്നവർക്ക് നീ പകരം കൊടുക്കണേ അല്ലാ എന്ന് ഒരു മലക്ക് ദുആ ചെയ്യും. വേറൊരു മലക്ക് പടച്ചവനെ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, കൊടുക്കാതെ പിശുക്കി വെക്കുന്നവരുടെ സമ്പത്ത് നശിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അടുത്ത മിഅറാജിന്റെ രാവിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം കിട്ടുമോ എന്നറിയില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാ സഹോദരങ്ങൾ. എത്രയോ ചെറുപ്പക്കാർ, നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, അവരൊക്കെ ഖബറിന്റെ ഉള്ളിലാണ്. അവർക്ക് ഈ ദിവസം ഒരു സന്തോഷമാകട്ടെ. ഈ മിഅറാജിന്റെ രാവിൽ അവർക്കൊരു ഹദിയ നമ്മൾ കൊടുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ സഹായിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബക്കറ്റ് എടുത്തോ, ആളില്ലേ? എടുക്കി ഇൻഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പം പരലോക യാത്രയ്ക്കുള്ള 2ാമത്തെ വിഭവം കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. 11:30 മണിക്ക് അവസാനിപ്പിക്കും. ആരും എണീറ്റ് പോകരുത്. 11:30 മണിക്ക് സ്വലാത്തു ചൊല്ലി നമുക്ക് ദുആ ഇറക്കാം. 2ാമത്തെ വിഭവം ഏതാണ്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ. 2ാമത്തെ പരലോക യാത്രയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ശേഖരിക്കേണ്ട വിഭവം സൽക്കർമ്മങ്ങളാണ്, നന്മകളാണ്, നന്മകളാണ്. എന്നിട്ട് അലിയാർ തങ്ങൾ പറയാ, ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില. ഇഹലോകം നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പരലോകം നമ്മിലേക്ക് അടുത്തെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഇഹലോകത്തിനും പരലോകത്തിനും സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്, പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. ഫകൂനൂ മിൻ അബിനാഇൽ ആഖിറ. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം, നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാകണം. വലാ തകൂനു മിൻ അബിനാഇ ദുനിയാ. നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്, ദുനിയാവിന്റെ സന്തതികളാകരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്.
ഇന്നത്തെ ദിവസം സൽക്കർമ്മങ്ങളുടെ, ഇന്നത്തെ ദിവസം കർമ്മങ്ങളുടെ ദിവസമാണ്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന് കർമ്മങ്ങളുടെ ദിവസമാണ്. എങ്ങനെ ജീവിച്ചാലും ആരും നിന്നെ ചോദ്യം ചെയ്യാനില്ല. മോശത്തരം പ്രവർത്തിച്ച ആരും ചോദിക്കോ? ഹറാമ് പ്രവർത്തിച്ച ആരും ചോദിക്കോ? ഇല്ല. എന്നാൽ നാളെ അങ്ങനെയല്ല. വഗദന ഹിസാബ്, നാളെ വിചാരണയുടെ ദിവസമാണ്, നാളെ ഹിസാബിന്റെ ദിവസമാണ്. വലാ അമലു, നാളെ അമല് ചെയ്യാൻ കഴിയില്ല, നാളെ അമല് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ആഖിറത്തിന്റെ മക്കളായിക്കോ, ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചോ എന്ന് അലിയാർ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് നൽകിയ ഓരോ സമയമുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്സുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്സുണ്ടല്ലോ, അത് ഒരു വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണേ. കഴിഞ്ഞുപോയ ഇന്നലകൾ ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരികയില്ല. കൗമാരത്തിലെത്തിയവന് ശൈശവത്തിലേക്ക് പോകാൻ കഴിയില്ല, യുവാക്കൾക്ക് കൗമാരത്തിലേക്ക് പോകാൻ കഴിയില്ല, വാർദ്ധക്യം ചെന്നവർക്ക് യുവത്വത്തിലേക്ക് ഇനി തിരിച്ചു പോക്കില്ല. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകൾ 40 വയസ്സ് കഴിഞ്ഞവരാണ്, 50 വയസ്സ് കഴിഞ്ഞവരാണ്, 60 വയസ്സ് കഴിഞ്ഞവരാണ്. അവരുടെ യുവത്വത്തിലേക്ക് ഒരു 30 വയസ്സിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമില്ലാത്തവരാരാ ഉള്ളത്? പക്ഷേ അതിന് സാധ്യമല്ലല്ലോ, അതിനൊരിക്കലും ഇനി സാധ്യമല്ലല്ലോ. കൗമാരത്തിലെത്തിയവന് ശൈശവത്തിലേക്ക് പോകാൻ കഴിയില്ല, യുവാക്കൾക്ക് കൗമാരത്തിലേക്ക് പോകാൻ കഴിയില്ല, വാർദ്ധക്യം ചെന്നവർക്ക് യുവത്വത്തിലേക്ക് ഇനി ഒരു തിരിച്ചു പോക്കില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണേ. എന്നിട്ട് എത്ര നന്മ ചെയ്യാ കഴിയുമോ, എത്ര ഇബാദത്ത് അനുഷ്ഠിക്കാ കഴിയോ, അത്രമാത്രം ഇബാദത്തുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറണേ. മലാംസുകൽ മാലി ഷഹീദം മുഅദ്ദലാ അലൈക വമാലിൽ അംസി ലൈസാ യഊദു فلا ترجي فعل الخير يوما إلى غدي لعلي غدا يأتي وأنت فقيد. നിന്റെ കഴിഞ്ഞുപോയ ഇന്നലകളുണ്ടല്ലോ, നിന്റെ കഴിഞ്ഞുപോയ ഇന്നലകളുണ്ടല്ലോ, നീതിമാനായ സാക്ഷിയായി കഴിഞ്ഞുപോയി. നീ ചെയ്ത നന്മകൾക്ക് ഈ ഭൂമി സാക്ഷിയാണ്, നീ ചെയ്ത തിന്മകൾക്കും ഈ ഭൂമി സാക്ഷിയാണ്, നീ ചെയ്ത നന്മകൾക്ക് റഖീബ് അതീദ് സാക്ഷിയാ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നന്മ ചെയ്യുമ്പോ റഖീബ് അലൈഹിസ്സലാം രേഖപ്പെടുത്തുകയാണ്, തിന്മ ചെയ്യുമ്പോ അതീദ് അലൈഹിസ്സലാം അത് രേഖപ്പെടുത്തുകയാണ്. നീ ചെയ്ത നന്മകൾക്ക് മലക്കുകൾ സാക്ഷിയാണ്, നീ ചെയ്ത തിന്മകൾക്ക് മലക്കുകൾ സാക്ഷിയാണ്, ഈ ഭൂമി സാക്ഷിയാണ്, നിന്റെ ശരീരം സാക്ഷിയാ. മലാംസുകൽ മാലി ഷഹീദം മുഅദ്ദലാ. നിന്റെ കഴിഞ്ഞുപോയ ഇന്നലകള് അത് നീതിമാനായ സാക്ഷിയായി കഴിഞ്ഞുപോയി. ഇനി അത് നിന്നിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ലല്ലോ. കഴിഞ്ഞുപോയ സമയങ്ങള് കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സമയം കൊടുത്ത് കാശ് വാങ്ങാൻ കഴിയും, സമയം കൊടുത്ത് പണം സമ്പാദിക്കാൻ കഴിയും, സമയം കൊടുത്ത് ഈ ലോകത്ത് പലതും നേടാൻ കഴിയും. പക്ഷേ പൈസ കൊടുത്ത്, സമ്പാദ്യം കൊടുത്ത് ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ഫലാ തുർജി ഫിഅലൽ ഖൈരി യൗമൻ ഇലാ ഗദി ലഅല്ലി ഗദൻ യഅതി വഅന്ത ഫഖീദു. ഒരു ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ പിന്നീടത്തേക്ക് പിന്തിക്കരുത്. നിസ്കാരത്തിന്റെ സമയമായാൽ ഉടൻ തന്നെ നമസ്കരിച്ചോളണേ. നോമ്പ് പിടിക്കേണ്ട സമയമായാൽ നോമ്പ് പിടിക്കണേ. ഹജ്ജിനു വേണ്ടി സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, ബാദിറൂ ബിൽ ഹജ്ജി,
ഹജ്ജ് ദുറുദിക്ക് ചെയ്യണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ നാളത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കരുത്. കാരണം നാളെ എന്ന ദിനമുണ്ടാകാം, പക്ഷേ നാളെയുടെ പ്രഭാതം കാണാൻ നീ ഉണ്ടാകുമോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഫലാ തുർജി ഫിഅലൽ ഖൈരി യൗമൻ ഇലാ ഗദി ലഅല്ലി ഗദൻ യതി വഅംദ ഫഖീദു. ചെയ്യേണ്ട കർമ്മങ്ങൾ അപ്പോൾ അപ്പോൾ ചെയ്യണേ. എപ്പോഴാണ് അസ്രായീൽ കടന്നു വരിക നമുക്കാർക്കും പ്രവചിക്കാൻ സാധ്യമല്ലല്ലോ. എപ്പോഴാണ് മരണം നമ്മളെ പിടികൂടുക നമുക്കാർക്കും പ്രവചിക്കാൻ സാധ്യമല്ലല്ലോ. നമ്മുടെ ആരുടെയും സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ അസ്രായീൽ നമ്മളെ കൊണ്ടുപോകുന്നത്. അതെയോ, ആരോടെങ്കിലും സമ്മതം ചോദിക്കുവോ? ഇവിടെ ഇരിക്കുന്ന എത്രയോ മാതാപിതാക്കളുടെ മക്കള് മരിച്ചെന്ന് ഖബറിന്റെ ഉള്ളിലാ. മാതാപിതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമ്മളൊക്കെ മക്കളെ വളർത്തുന്നവരാ. എന്തിനാ ഉസ്താദേ മക്കളെ വളർത്തുന്ന ചോദിച്ചാൽ നമ്മളെന്താ പറയാ? ഞാൻ വയസ്സാകുമ്പോ എന്നെ എൻ്റെ മക്കള് നോക്കണം, ഞാൻ കിടപ്പിലാകുമ്പോ എൻ്റെ മക്കൾ എന്നെ ശുശ്രൂഷിക്കണം, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് എൻ്റെ മക്കള് കുളിപ്പിക്കണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കൾ എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കണം, എന്നിട്ട് ആ ഖബറിന്റെ ചാരത്ത് വന്ന് എനിക്ക് സലാം പറഞ്ഞിട്ട് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മക്കൾ എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊന്നുമക്കളെ ഇതുപോലെ വളർത്തുന്ന. നമ്മളൊക്കെ പലപ്പോഴും പറയും, അങ്ങനെ പറയുന്ന എത്രയോ മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട്. അവരുടെ മക്കൾ എപ്പോഴേ മരിച്ച് 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലായി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അല്ലാഹു ഇടവരുത്താതെ ആ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആരാണ് എപ്പോഴാണ് പോവുക എന്ന് ആർക്കും പറയാൻ പറ്റൂല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നു, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ മരിക്കുന്നു, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരിക്കുന്നു. അസ്രായീൽ ഏതു നിമിഷവും കടന്നു വരാം, ഏത് നിമിഷവും കടന്നു വരാം, ഏത് നിമിഷവും കടന്നു വരാം. സമ്മതം ചോദിക്കില്ല സഹോദരങ്ങളെ. മക്കളുടെ റൂഹ് പിടിക്കാൻ നേരത്ത് ഉപ്പാനോട് ചോദിക്കൂല, ഉമ്മാനോട് ചോദിക്കൂല. ലോകത്ത് ഒരേ ഒരു വ്യക്തിയോട് മാത്രമേ അസ്രായീൽ അലൈഹിസ്സലാം സമ്മതം ചോദിച്ചിട്ടുള്ളൂ. അതാരാണ്? ആരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മാലോകർക്ക് മുഴുവനും മാനവികതയുടെ മഹിത സന്ദേശമോദി മർത്യകുലത്തിനു മാർഗദർശനം നൽകാൻ മാനവകുലത്തിലേക്ക് കടന്നു വന്ന മലിനമായ മാനവ മനസ്സിനെ മാധുര്യമോറുന്ന മലർവാടിയാക്കി മാറ്റിയ മദീനയുടെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ. മലക്കുൽ മൗത്ത് അസ്രായീൽ അന്ന് ആ നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട് വന്ന വിശേഷം മാലക്ക് പറയുന്നു. മന്നാൻ്റെ അമർ പോലെ വന്നുള്ളതാണെന്ന് വന്ന വിശേഷം മാലക്ക് പറയുന്നു. മന്നാൻ്റെ അമർ പോലെ വന്നുള്ളതാണെന്ന് സമ്മതമുണ്ടെങ്കിൽ റൂഹ് പേടിക്കാനോ, സമ്മതമില്ലെങ്കിൽ കണ്ടേ മടങ്ങാനോ. ലോകത്ത് ഒരേ ഒരു വ്യക്തിയോട് മാത്രമേ അസ്രായീൽ അലൈഹിസ്സലാം സമ്മതം ചോദിച്ചിട്ട് റൂഹ് പിടിച്ചിട്ടുള്ളൂ. ഈ ലോകത്ത് കാലാകാലം ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അസ്രായീൽ വന്നിട്ട് കാലാകാലം ഈ ലോകത്ത് ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ടുണ്ട്. എന്താണ് അങ്ങ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുമ്മ അന്ത റഫീഖുൽ അലാ, അല്ലാഹുമ്മ അന്ത റഫീഖുൽ അലാ. ഉടമസ്ഥനായ പടച്ചവനെ കാണാനുള്ള ആഗ്രഹം അകതാര്യം നിറഞ്ഞപ്പോ പടച്ചവന്റെ ലിഖാഹ് കാണാൻ ഇഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്രായീലേ, ഞാൻ മരണം തിരഞ്ഞെടുക്കുകയാണ്. മരണത്തോടുകൂടിയല്ല
കഴിയുമ്പോഴല്ലേ എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് എന്നെ കാണാൻ കഴിയുകയുള്ളൂ, എൻ്റെ റബ്ബിൻ്റെ സവിധത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ മരണത്തെ തെരഞ്ഞെടുക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിലോ നമ്മുടെ അടുക്കലേക്കൊന്നും ഇസ്രായേൽ കടന്നു വരുന്നത് സമ്മതം ചോദിക്കാനല്ല, കൊണ്ടുപോകാനാണ്. പ്രിയമുള്ളവരെ, ഒരു യാത്ര നമുക്കുണ്ടല്ലോ, അവസാന യാത്ര നമുക്കുണ്ടല്ലോ. അന്തിമ യാത്ര നീ തിരിക്കൂ, അവസാന വേദന നീ സഹിക്കൂ. 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരൂ, ആരും സഹായത്തിനില്ലാതെ പോകും. കൂട്ടുകാരും ആവിടെയില്ല, കൂട്ടിനൊരാളും വരികയില്ല. പണവും പ്രതാപവും വീണടിയോ, പാപിയാം നിഗതിയാരറിയോ. സന്താന സമ്പത്ത് ഇവിടെ നിൽക്കൂ, സൽക്കർമ്മം മാത്രം അവിടെ നിൽക്കൂ. എവിടെ മറഞ്ഞു പോയി നിന്റെ പ്രാണൻ, എല്ലാം അറിയുന്നവനേകനാഥൻ, എല്ലാം അറിയുന്നവനേകനാഥൻ. സന്താന സമ്പത്തുമെല്ലാം ഇവിടെയാണ് സഹോദരങ്ങളെ. നാളെ നമ്മൾ ഒറ്റക്കായി പോകുന്ന ഖബറുണ്ടല്ലോ, ഒറ്റക്കായി പോകുന്ന പരലോകമുണ്ടല്ലോ. ഭാര്യ നമ്മളെ കണ്ടാ ഓടുകയാ, മക്കള് നമ്മളെ കണ്ടാൽ ഓടുകയാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീ. നമ്മളെത്ര സ്നേഹിച്ചു നമ്മുടെ ഭാര്യയെ, നമ്മളെത്ര സ്നേഹിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ. അവർക്കൊരു വേദന വരുമ്പോ നമ്മൾ വേദനിച്ചല്ലോ, അവർക്കൊരു പ്രയാസം വരുമ്പോ നമ്മളെ പ്രയാസപ്പെട്ടില്ലേ. ആ മക്കള് നമ്മളെ കാണുമ്പോ ഓടുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരെക്കാളെല്ലാം നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ റബ്ബിനെയാണ്, നമ്മുടെ റബ്ബിനെയാ. അതുകൊണ്ട് റബ്ബിലേക്ക് അടുത്തോ, അവനാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മക്കള് നമ്മുടെ ചാരത്തേക്ക് വരികയില്ല. അങ്ങനത്തെ കാലമല്ലേ, അങ്ങനത്തെ ലോകമല്ലേ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന എത്ര മാതാപിതാക്കളാ, മക്കള് തിരിഞ്ഞു നോക്കാത്ത എത്രയോ മാതാപിതാക്കളാ. നമ്മൾ വിളിച്ചാ ചിലപ്പോ ഭാര്യ വരില്ല, നമ്മൾ വിളിച്ചാ ചിലപ്പോ ഭർത്താവ് വരില്ല, നമ്മൾ വിളിച്ചാൽ നമ്മുടെ മക്കള് വരില്ല, നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടപ്പറപ്പുകൾ വരില്ല. പക്ഷേ വിളിക്കേണ്ടതുപോലെ വിളിച്ചോ പടച്ചവനെ. അല്ലാ എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും പ്രിയമുള്ളവരെ. കാരണം അല്ലാഹ് എവിടെയാണെന്നറിയോ? മിൻ ഹബിലിൽ വരീദ്. ഈ ജീവനാഡിയേക്കാൾ, ഈ കഴുത്തിന്റെ ഈ ഭാഗത്ത് കാണുന്ന കണ്ട നാഡിയേക്കാൾ നമ്മളിലേക്ക് അടുത്ത നമ്മുടെ റബ്ബുണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബുണ്ടല്ലോ. എത്ര കാലമായിടാ പടച്ചവനെ ധിക്കരിച്ച് ജീവിക്കുന്നു. ഇതുവരെ നിസ്കാരം ആരംഭിക്കാത്ത എത്ര ആളുകളാ, സൽക്കർമ്മം ചെയ്യാത്ത എത്ര ആളുകളാണ്. അവരെയൊക്കെ ഇതുവരെ പോറ്റിയതാരാണ്? നിനക്ക് ഇതുവരെ ഭക്ഷണം നൽകിയതാരാണ്? നീ ധിക്കാരം പ്രവർത്തിച്ചിട്ട് നീ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നിന്റെ മക്കൾക്ക് നീ ചെലവിന് കൊടുക്കുമോ? നീ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഭാര്യക്ക് നീ ചെലവിന് കൊടുക്കുമോ? എത്ര കാലമായടാ നിന്റെ റബ്ബ് നിനക്ക് ഭക്ഷണം തരുന്നു? എത്ര കാലമായടാ നിന്റെ റബ്ബ് നിനക്ക് വസ്ത്രം തരുന്നു? എത്ര കാലമായടാ നിന്റെ റബ്ബ് നിനക്ക് ഈ ആകാശഭൂമികളെ, ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെ കാണാൻ തൗഫീഖ് നൽകി. അടച്ചിട്ട റൂമില് മൊബൈൽ അശ്ലീല രംഗം കാണുമ്പോ പോലും ആ റൂമിലേക്ക് വെളിച്ചം നൽകിയവനാരാ? ആ റൂമിലേക്ക് വെളിച്ചം നൽകിയവനാരാ? ആ സമയത്തും ശ്വാസോച്ഛ്വാസം നടത്താൻ ആരാണ് നിനക്ക് അവസരം നൽകിയത്? കരുണയുള്ള പടച്ചവനല്ലേ. എത്രമാത്രം സ്നേഹമാണ് പടച്ചവന് നിന്നോടുള്ളത്. ഒരുമ്മാക്ക് തന്റെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ, ഒരുമ്മാക്ക് തന്റെ മക്കളോടുള്ള പ്രേമത്തെക്കാൾ
പ്രണയത്തെക്കാളും വലിയ സ്നേഹം, വലിയ പ്രണയമാണ് അള്ളാഹുവിന് അവന്റെ അടിമകളോടുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞോ സഹോദരങ്ങളെ. അല്ലാഹ് മാത്രമേ നമുക്ക് കാണൂ, അല്ലാഹ് മാത്രമേ ഖബറിൽ കാണൂ, അള്ളാഹു മാത്രമേ പരലോകത്ത് കാണൂ. അതുകൊണ്ട് ആ പടച്ചവനിലേക്കാ നമ്മൾ ഓരോരുത്തരും തിരിയേണ്ടത്. എത്രമാത്രം റബ്ബിനെ നമുക്ക് പൊരുത്തപ്പെടിക്കാൻ സാധിക്കുമോ, നമ്മുടെ റബ്ബിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എത്രമാത്രം സാധിക്കുമോ അത്രമാത്രം നമ്മൾ നമ്മുടെ റബ്ബിനെ സന്തോഷിപ്പിക്കണേ. ഒരു മനുഷ്യൻ റജബ് 27 നോമ്പ് പിടിച്ചാൽ, റമദാനിലെ നോമ്പ് പിടിച്ചാൽ അവന് പടച്ചവന്റെ തൃപ്തിയാണ് കിട്ടുന്നത്, പടച്ചവന്റെ പൊരുത്തമാണ് കിട്ടുന്നത്. അതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ നമ്മൾ ജീവിക്കേണ്ടത്. റബ്ബിനെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രമാത്രം നമ്മൾ നമ്മുടെ റബ്ബിനെ സന്തോഷിപ്പിക്കണേ. അങ്ങനെ സന്തോഷിപ്പിച്ച ഒരു മഹാനാണ് ബവാ ഫഖീർ വലിയുല്ലാഹിൽ ഹളറമി. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു. മക്ക എന്ന് പറയുന്ന പരിശുദ്ധ മണ്ണിൽ നിന്ന് കേരളക്കരയുടെ മണ്ണിലേക്ക് ദീനിന്റെ പ്രബോധനവുമായി കടന്നു വന്ന മാലിക്കുദ്ദീനാർ സംഘവുമുണ്ടല്ലോ, അതിൽപ്പെട്ട പ്രധാനിയല്ലേ ഈ കിടക്കുന്ന മഹാൻ. ഇവരൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചവരാണ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചവരാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത് ഇതെല്ലാം പടച്ചവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചോ. നമ്മളൊക്കെ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടവരാണ്. നാളെ പരലോകത്ത് നമുക്ക് രക്ഷ വേണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ധാരാളമായിട്ട് വേണേ. ഞാൻ ഉപസംഹരിക്കാ പോവുകയാ. അവസാനമായിട്ട് മഹദിയായ ഫാത്തിമ ബീവിയുടെ ചരിത്രം കൂടെ പറഞ്ഞിട്ട് ദുആയിലേക്ക് കിടക്കാം. ആരാ ഫാത്തിമ ബീവി? ആരാ ഫാത്തിമ ബീവി? ഉമ്മു ഖുറാവില്ലണഞ്ഞ ഉമ്മു കിതാബിൻ്റെ ഉടമ, നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി നന്മ അബൂ താലിബിന്റെ പൊന്മകനായിട്ടുള്ള അലി ഹൈദറിന്റെ പൂമനവേ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നമസ്കരിച്ച മുസല്ലയിൽ കിടന്നിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദ് നബവിയിൽ സുബ്ഹി നമസ്കരിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമസ്കരിച്ച മുസല്ലയിൽ കിടന്നിറങ്ങുന്ന കാഴ്ചയാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയുടെ കാലിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇതെന്തൊരു ഉറക്കമാ ഫാത്തിമ, ഇതെന്തൊരു ഉറക്കമാ ഫാത്തിമ. ഞാൻ നിസ്കരിച്ചിട്ട് ഉറങ്ങുന്നതാ, സുബഹി നിസ്കരിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുന്നതാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നൗമത്തുസ് സബാ തംനഉർ റിസ്ഖ. സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങിയ റിസ്ക് പടച്ച തമ്പുരാൻ തടയുന്നതാ. എഴുന്നേക്കു ഫാത്തിമ, ദിക്ർ ചൊല്ലു ഫാത്തിമ, തസ്ബീഹ് ചൊല്ലു ഫാത്തിമ, അല്ലാഹുവിനെ വാഴ്ത്തു ഫാത്തിമ, അല്ലാഹുവിനെ പുകഴ്ത്തു ഫാത്തിമ. നിന്റെ വാപ്പ റസൂലാണ്, നിന്റെ വാപ്പ ഒരു നബിയാണ്. ആ ബലത്തിൽ നീ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിലോ പരലോകത്ത് നിനക്ക് വിജയിക്കണമെങ്കിലോ നീ തന്നെ സൽക്കർമ്മം ചെയ്തോ ഫാത്തിമ. അതുകൊണ്ട് എഴുന്നേറ്റ് ദിക്ർ ചൊല്ലു എന്ന് ആരാ പറയുന്നത്? ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരോടാ പറയുന്നത്? ലോകം കണ്ട സ്ത്രീകളിൽ ഉത്കൃഷ്ട സൃഷ്ടി, ഉത്കൃഷ്ട സ്ത്രീ മഹദി ഫാത്തിമ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്താ പരലോകത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകുമ്പോ പടച്ചവനെ പരലോക യാത്രയ്ക്ക് വേണ്ടി എന്ത് വിഭവമാ നമ്മൾ ശേഖരിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ.
അല്ല പറയുകയാ, അല്ലയോ വിശ്വാസികളെ, അല്ലയോ മോമിനുകളെ, പടച്ചവനെ സൂക്ഷിച്ചു ജീവിച്ചോ. വൽതംദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളെയുടെ ജീവിതത്തിനു വേണ്ടി എന്തു തയ്യാറെടുപ്പാ നടത്തിയിട്ടുള്ളത്. ഓരോരുത്തരും ആലോചിക്കുക. ഞാൻ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വാളിൻ്റെ അവസാനം എൻ്റെ നഫ്സിനോട് ചോദിക്കുകയാണ്, അല്ലാ എന്തുണ്ട് റബ്ബേ എൻ്റെ കയ്യിൽ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നഫ്സിനോട് ചോദിക്കുക സഹോദരങ്ങളെ. ഒരു വലിയ യാത്ര നമ്മുടെ മുന്നിൽ വരികയാ, ഒരു വലിയ യാത്ര നമ്മുടെ മുന്നിൽ വരികയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ സഹാബത്ത് സന്ദർശിക്കാ കടന്നു ചെല്ലുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുമ്പോൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തേ അബൂ ഹുറൈറ കരയുന്നതെന്തേ? ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? സഫരീ ത്വവീൽ വസാദി ഖലീൽ. ഒരു വലിയ യാത്രയാണല്ലോ, ഒരു വലിയ യാത്രയാണല്ലോ എൻ്റെ മുന്നിലുള്ളത്. വസാദി ഖലീൽ, പടച്ചവരെ അല്ലാഹുവേ, അതിലേക്കുള്ള വിഭവം വളരെ കുറവാണല്ലോ റബ്ബേ. ഒരു വലിയ യാത്ര എൻ്റെ മുന്നിലുണ്ട്. വസാദി ഖലീൽ, പടച്ചവനെ അതിലേക്ക് ഞാൻ ശേഖരിച്ച വിഭവം അത് വളരെ കുറഞ്ഞു പോയല്ലോ അല്ലാ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാ.